അമ്മേ വലിയ വർത്താനത്തിനൊന്നും നിൽക്കണ്ടട്ടാ. മാമൻ്റെ സ്വഭാവം അറിയാല്ല. എന്തായാലും മാറാൻ പോണില്ല. നമുക്ക് ഈ സ്ഥലവും കിട്ടാൻ പോണില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേഗം പോരാ. എനിക്ക് ഹാഫ് ഡേ ലീവ് ഉള്ളൂ. എന്തു പറ്റി അമ്മേ? ഒരു വിഷമം പോലെ. മാമന് പാടില്ലെന്നറിഞ്ഞതിൻ്റെ വിഷമത്തിലാണോ? എനിക്കെന്തിനു വിഷമം? ചേട്ടൻ എന്നോടില്ലാത്ത സ്നേഹം ചേട്ടനോട് എനിക്കും ഇല്ല. പിന്നെ എന്താണാവോ മാമന് പാടില്ലെന്നറിഞ്ഞപ്പോൾ തന്നെ അമ്മ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത്? എടി അത് സ്നേഹം കൊണ്ടൊന്നല്ല. പുള്ളിക്ക് പാടില്ലാതിരിക്കും. വേണമെങ്കിൽ ആ സാധനം എഴുതി കിട്ടുകയാണെങ്കിൽ നന്നായി. ഇല്ലെങ്കിൽ നീയും കൂടി അനുഭവിക്കേണ്ടത് അച്ചുവും കിച്ചുവും ഒരുമിച്ച് അവരുടേതാക്കും. അപ്പം നിനക്ക് അവസാനം ഒന്നും കിട്ടാണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഒരുങ്ങിക്കെട്ടി ഇങ്ങോട്ട് വന്നത്. എന്നാ വേഗം വാ. എനിക്ക് ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ച് ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്. ഇന്നിനിപ്പം നിനക്ക് ഡ്യൂട്ടിക്ക് പോകണോ? പിന്നല്ലാതെ ഉച്ചവരെ ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തല്ലേ. ചേട്ടനിപ്പം എങ്ങനെയുണ്ട്? എന്തു പറയാനാണ്, കഷ്ടകാലം എന്ന് പറഞ്ഞാ മതിയല്ല. കഴുത്തൊളുങ്ങി കഴിഞ്ഞാൽ നടക്കാൻ പോലും ബുദ്ധിമുട്ടാവൂന്ന് ഞാനിപ്പോഴാ മനസ്സിലാക്കണത്. കഴുത്തും കാലൊക്കെ കണക്റ്റഡ് ആണ് മാമ. എന്തോ കഷ്ടകാലം ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് സുമതി. കഴിഞ്ഞ ദിവസം ചേട്ടൻ ബാത്റൂമിൽ പോണിട്ടാന്നും പറഞ്ഞ് ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും പുള്ളി ഇറങ്ങണ്. ഞാൻ ഓടി വന്ന് പുള്ളിയെ പിടിക്കുകയല്ല, തെന്നി അടിച്ച് പുള്ളിയെ അങ്ങോട്ടും വീണു, ഞാൻ ദേ ഇങ്ങോട്ടും വീണു. ഇത് മോന്ന് എൻ്റെ തല അടിച്ചിട്ട് കുറേ നേരത്തേക്ക് എനിക്ക് ബോധം കിട്ടണ്ടായിരുന്നില്ല. അപ്പ ചെയ്തേനൊക്കെ കിട്ടിത്തുടങ്ങി. അമ്മു മിണ്ടാതിരിക്കി. മാമനോടാണ് ഇങ്ങനെയൊക്കെ പറയണേ. അമ്മേ, മാമൻ എന്നുള്ള ബന്ധമൊക്കെ ഞാൻ പണ്ടേ വിട്ടതാണ്. നീ അവളെ വഴക്ക് പറയണ്ട സുമതി. പിള്ളേർക്ക് പിള്ളേരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കണം. അവക്ക് പറയാനുള്ള അവള് പറഞ്ഞു, അത്ര തന്നെ. മരുന്നൊക്കെ ഇല്ല ഏട്ടത്തി? എന്നാണ് ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ടത്? അടുത്ത ആഴ്ച പോണം. അന്നേരം കഴുത്തിന്റെ ദൂരാന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇവളുടെ കല്യാണക്കാരിയായെന്ന് ആരോ പറയണ കേട്ട്, ശരിയാണോ? അവര് അന്ന് വന്ന് കണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവര് വിളിച്ച് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ഞാനത് ഇവളോട് പറഞ്ഞ്, ഇനി എല്ലാം തീരുമാനിക്കേണ്ട ഇവളല്ലേ. മോളെ അമ്മു, അമ്മനെ ഇങ്ങനെ വിഷമിപ്പിക്കണം എന്തിനാണ്? ഇപ്പോൾ വന്നേക്ക കല്യാണ കേസ് നല്ലതാണെങ്കിൽ നമുക്ക് നടത്താം. ചേട്ടൻ ഇവിടുത്തെ സ്ഥലം ഭാഗം വെച്ച് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു നിന്നെ, പക്ഷെ കിട്ടണ്ടായിരുന്നില്ല. അതെ സുമതി, ഇനി എത്ര കാലം ഞാൻ ഉണ്ടാവും പറയാൻ പറ്റൂല. ഞാനില്ലാതെ ആയാലും നിനക്ക് ഈ സ്ഥലം കിട്ടാതെ പോവരുത്. അതുകൊണ്ട് ആ ഭാഗം നിനക്ക് അങ്ങോട്ട് തന്നേക്കാം. ചേട്ടാ, നീയേ ഇവിടെ നിന്ന് തിരിച്ചു പോണ സമയത്ത് ആ വില്ലേജിൽ കയറി വില്ലേജ് ഓഫീസറിനോടൊന്ന് പറ. ഈ ഞായറാഴ്ചയോ പുള്ളിക്ക് അവധിയുള്ള ഏതോ ദിവസം എന്ന് വെച്ചാൽ അത് വന്ന് അളന്ന് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. എല്ലാം വേഗം ഒന്ന് കഴിഞ്ഞാലേ എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റൂ. സന്തോഷമായി ചേട്ടാ. അന്ന് ചേട്ടൻ എന്നെ ഇവിടെ നിന്ന് പേടിപ്പിച്ച് ഇറക്കി വിട്ടപ്പോഴേ ഞാൻ ഒരുപാട് ചേട്ടനെ അങ്ങോട്ട് ശപിച്ച്. നാട്ടുകാരോടും കുടുംബക്കാരോടൊക്കെ വിളിച്ചു പറഞ്ഞ് ചേട്ടൻ്റെ സ്വഭാവം ശരിയല്ലെന്നും ചേട്ടൻ ഭയങ്കര സാധനമാണെന്നൊക്കെ. എന്നോട് ക്ഷമിക്കണേ ചേട്ടാ. ക്ഷമിക്കാൻ ഞാനല്ലാതെ പിന്നെ ആര്? പ്രഭേ, ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് വിട്ടാ മതിട്ടാ. അത്രേ ഉള്ളൂ ചേട്ടാ. വാ, അവിടെ ഇരിക്കാം. നിങ്ങളിവിടെ ഇരിക്കേ, ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാം. നീ അങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു മോളെ. മാമനാകെ മാറിയിട്ടുണ്ട്. പണ്ടത്തെ ഓർമ്മയിൽ പറഞ്ഞു പോയതാണമ്മേ. മാമൻ മാറിയതൊന്നും ഞാൻ അറിഞ്ഞില്ല. കുഴപ്പമില്ല, നീ അവിടെ ഇരിക്കേ, ഞാനിപ്പോൾ വരാം. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ പഴയ ചേട്ടനെ തിരിച്ചു കിട്ടിയത്. പുള്ളി വല്ലാതെ മാറിപ്പോയി, ഞാനും അതെ. നമുക്ക് കഷ്ടകാലങ്ങൾ ഇങ്ങനെ മാറാണ്ടായി വന്നപ്പോഴേ നമുക്ക് തന്നെ തോന്നി, കുറേ കാലമായില്ലേ നിന്നെ ഞങ്ങൾ കഷ്ടപ്പെടണം, നിനക്ക് അവകാശപ്പെട്ടൊന്നും തരാതെ. അയ്യോ, കഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല ചേച്ചി. ചേട്ടൻ പറഞ്ഞത് ഒരു കണക്കിന് നോക്കിയാൽ ശരിയാ. എനിക്ക് തന്നു കഴിഞ്ഞാലേ ചിലപ്പോൾ എൻ്റെ ഭർത്താവ് കൊണ്ടുപോയി അത് വിൽക്കും. ഇപ്പം തരുന്നുണ്ടെങ്കിൽ അമ്മുമോളുടെ പേരിൽ തന്നാൽ മതി കേട്ടാ.
ആ അത് നീ പറയുന്ന പോലെ നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. കുറേ ദിവസമായിട്ട് എനിക്കും വയ്യ, നെഞ്ചരിച്ചിലാണ്. നെഞ്ചരിച്ചിൽ കൂടി ഒരു ദിവസം രാത്രി ഹോസ്പിറ്റലിൽ വരെയും പോയി. ECG ഒക്കെ എടുത്ത്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. എന്താന്നാവോ, ഒരു സുഖമില്ല. രാത്രിയൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമ്പോഴാണ് മനസ്സിലാവണതേ, 2 പിള്ളേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരാളെങ്കിലും നാട്ടിൽ നിർത്തണമെന്ന്. പിള്ളേരെ പൈസ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ച് അമ്മയെ അച്ഛനെ സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ മറന്നുപോയി. അച്ഛനും കിച്ചൂനൊക്കെ നല്ല സ്നേഹമായിരുന്നല്ലോ ചേച്ചി. ഇപ്പോഴും സ്നേഹമൊക്കെ ഉണ്ട്, അതൊന്നും കുറവില്ല. പക്ഷെ അവർക്ക് അവരവരുടെ കുടുംബമൊക്കെ ആകുമ്പോൾ നമ്മളെ നോക്കാൻ സമയം കിട്ടൂലല്ലോ. ചേച്ചി ഇന്ന പാത്രം അതവിടെ വെച്ചാനു. അനു കൊറേ എല്ലാം കണ്ടിട്ട് ഇപ്പൊ എന്ത് ചെയ്യണു? ഒന്നും ചെയ്യണല്ലേ ചേച്ചി, കുട്ടികളെയൊക്കെ നോക്കി ഇങ്ങനെ. ഭർത്താവ് മരിച്ചത് ഞാൻ അറിഞ്ഞായിരുന്നു, പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. ശരിയെന്നാ പോട്ടേട്ടാ. പാവം പെണ്ണ് ഇത്ര ചെറുപ്പത്തിൽ ഒറ്റക്കായി പോയില്ലേ. 3 പിള്ളേരല്ലേ. ജോലിയൊന്നും ഇല്ലല്ലോ ഈ പെണ്ണിന്, പിന്നെ എങ്ങനെ ഇവർ ജീവിക്കണ്? ജോലിക്ക് കൊണ്ട് ആവശ്യമൊന്നും അവക്കില്ല. അന്ന് അവൻ എടുത്തു വെച്ചിരുന്ന ടേം ഇൻഷുറൻസിൻ്റെ പൈസ കിട്ടി, അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു പോണു. ടേം ഇൻഷുറൻസാ? അതെന്താണ്? അതെ, ടേം ഇൻഷുറൻസ് എടുത്ത ആൾ മരണപ്പെട്ടാൽ 2 കോടി രൂപ പോലുള്ള വലിയ തുക നഷ്ടപരിഹാരമായിട്ട് കിട്ടും. അയ്യോ, അത്രയും പൈസ കിട്ടണമെങ്കിൽ മാസം ഒരുപാട് പൈസ അടക്കണ്ടേ? ഇല്ലെന്നേ, മാസം 400-500 രൂപ മുതൽക്കുള്ള പ്ലാനുകളുണ്ട്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അതിൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനൊക്കെ നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ 15% വരെ ഡിസ്കൗണ്ട് എടുക്കാം. അപ്പോൾ ഗൾഫിലുള്ളവർക്കൊക്കെ ഇത് എടുക്കാൻ പറ്റുമോ? അച്ചും കിച്ചുമൊക്കെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ടാ? പിന്നല്ലാതെ 2 പേരും എടുത്തു വെച്ചിട്ടുണ്ട്. പ്രവാസികൾക്ക് പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാളേ 30-50% വരെ ചിലവ് കുറവിൽ ഇപ്പം നാട്ടിൽ നിന്ന് എടുക്കാം. ആണല്ലേ? എന്നാൽ പിന്നെ അറിയുന്നവരോടൊക്കെ പറയണം, നല്ലൊരു കാര്യമല്ലേ. അമ്മേ നമുക്ക് ഇറങ്ങിയാലോ? എൻ്റെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ വിളിച്ചിരുന്നു, എന്തോ അർജൻറ്റ് കാര്യമുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അയ്യോ, ഒന്നും കഴിക്കാണ്ട് എങ്ങനെയാണ് മോളെ? ഈ നാരങ്ങുള്ളം കുടിക്കി, ഞാൻ ചോറെടുക്കാൻ ഇത്തിരി കഴിച്ചിട്ട് പോകും. വേണ്ട അമ്മായി, ഇപ്പം തന്നെ ചെല്ലാനാണ് അവർ വിളിച്ചു പറഞ്ഞത്. എന്തോ അർജൻറ്റ് ഉണ്ട്, ഞാൻ ഇന്ന് ലീവാന്ന്, ഹാഫ് ഡേ ലീവായിരുന്നു. പക്ഷേ ഇപ്പം വിളിക്കണമെങ്കിൽ എന്തോ അർജൻറ്റായിട്ടുള്ള കാര്യമുണ്ട്, അല്ലെങ്കിൽ വിളിക്കൂല. ഇപ്പം തന്നെ പോണതാ. ആണോ? എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം ചേട്ടത്തി. എന്നാൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നോല്ലോ, അന്നേരം കഴിക്കാം ചേച്ചി. ഞാനേ പോകുന്ന വഴി വില്ലേജിൽ കയറി പറഞ്ഞേക്കാം. ആയിക്കോട്ടെ. എന്നാണ് വില്ലേജ് ഓഫീസർ വന്നേന്നേ ഇങ്ങോട്ടൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി സുന്ദി, നമുക്കത് ചെയ്യാനുണ്ട്. ശരി, എന്നാൽ ചേട്ടനോട് പറഞ്ഞിട്ട് പോവാൻ നോക്കട്ടെ. അമ്മായി എന്നാൽ പോട്ടെ. ശരി മോളെ. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പോണ്. ചേട്ടന് ഓക്കെ ആയോ? പുള്ളിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കഴുത്തിലെ സാധനമൊക്കെ മാറ്റി. ആണല്ലേ? ചേച്ചി നമുക്ക് ഭാഗം വെപ്പ് നടത്തണ്ടേ? ഏത് ഭാഗം വെപ്പാണ് സുമതി? ചേച്ചി മറന്നാ? അന്ന് തറവാടും സ്ഥലവും കൂടി ഭാഗം വെപ്പ് നടത്താമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ വന്നപ്പേ. അത് നമുക്ക് ചെയ്യാം, സമയമുണ്ടല്ലോ. അന്ന് തിരിച്ചു പോന്നപ്പോൾ ഞാൻ വില്ലേജ് ഓഫീസിൽ കയറിയായിരുന്നു. അപ്പോൾ പുള്ളി 2 ആഴ്ച ലീവാണെന്നും തിരക്ക് പിടിച്ച പണിയാണെന്നും പറഞ്ഞ്, അതാണ് ഞാൻ പിന്നെ വിളിക്കാഞ്ഞത്. പിന്നെ കഴിഞ്ഞ ദിവസം പുള്ളീനെ വിളിച്ചപ്പോൾ പറഞ്ഞ് അടുത്ത ഞായറാഴ്ച, അത് ഈ ഞായറാഴ്ചയല്ല, അടുത്ത ഞായറാഴ്ച പുള്ളി ഫ്രീ ആണ്, അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ ഞായറാഴ്ച വാ. ഞാൻ 2-3 പ്രാവശ്യം ചേട്ടൻ്റെ മൊബൈലിൽ വിളിച്ചിരുന്നു, അപ്പം കിട്ടണുണ്ടായിരുന്നില്ല, അതാ ചേച്ചിനെ വിളിച്ചത്. അതെ, 3-4 ദിവസമായിട്ടേ പുള്ളിയുടെ ഫോണിൻ്റെ റീചാർജ് തീർന്നിരിക്കുകയാണ്, അതായിരിക്കും വിളിച്ചിട്ട് കിട്ടാഞ്ഞത്. ചേച്ചി ഒന്ന് ചേട്ടന് ഫോൺ കൊടുക്കാവോ? ഇവിടെ ഇല്ല സുമതി. അതെ, ചേട്ടനെ കൂട്ടുകാരൻ്റെ മോൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാനക്ക് പോയൊക്കെയാണ്. അപ്പം വരാനെന്തായാലും വൈകും, അവർ അടിക്കമ്പനിയാണേ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം എത്തുള്ളൂ. വരുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം, നീ ഞായറാഴ്ച ആളെയും കൂട്ടി ഇങ്ങോട്ട് പോന്നോ. ശരി ചേച്ചി, ചേട്ടൻ വരുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടാ. ശരി പറഞ്ഞേക്കാം. എടി മോളെ, ഒന്നും കൂടി ആ നമ്പറിലോട്ടൊന്ന് വിളിച്ചേടി. വിളിച്ചിട്ട് എടുക്കണില്ലമ്മേ. 10:30 ആവുമ്പോൾ വരാമെന്ന് പറഞ്ഞാണേ.
ഷോ വേഗം വന്നാ മതിയായിരുന്നു. ഇന്നാണെങ്കിൽ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് മത്തായിയുടെ മോൻ്റെ കല്യാണമാണ്. പോയില്ലെങ്കിൽ മത്തായി പിന്നെ മിണ്ടൂലട്ട ചേട്ടാ. ശ്ശോ. ആ അതെ അതെ. ശോ, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. ഇപ്പൊ വരും ചേട്ടാ. അമ്മു ഒന്നും കൂടി വിളിച്ചു നോക്കിയടി. ഷോ, ഈ ജോലിക്കാരൊക്കെ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാണ്ടാവുമോ? ഷോ, കറക്റ്റ് സമയത്ത് വരണ്ടേ പറഞ്ഞ പോലെ തന്നെ. ഞാനാണെങ്കിൽ റെഡിയായി, രാവിലെ തന്നെ റെഡിയായി. ചേട്ടൻ റെഡി ആയിട്ടില്ല. ഇനി അതൊക്കെ റെഡി ആയിട്ട് എപ്പോൾ എത്താനാണെന്നാവോ അവിടെ. ഇന്നലെ ഞാൻ വിളിച്ചാണ്. അപ്പോൾ ഒരു 10:30 മണി കഴിയുമ്പോൾ ഇവിടെ എത്തിക്കോളാന്ന് പറഞ്ഞാണ് ചേട്ടാ. ഷോ, ഇതെന്താണ് വരാത്തെന്നാവോ? പുള്ളിക്ക് ഈ സ്ഥലം അറിയാമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് എത്തിക്കോളാന്നും പറഞ്ഞ് എന്നോട്. എന്നിട്ട് എവിടെ? എനിക്ക് കെട്ടിന് മുന്നേ പള്ളിയിലെത്തണ്ടാണ്. ഇപ്പൊ വരും ചേട്ടാ. പറഞ്ഞ സമയത്ത് വരണ്ടേ? എല്ലാവർക്കും അവരുടേതായ തിരക്കുകളില്ലേ? ആ ശരി ശരി. അമ്മേ ഇപ്പൊ ഒരു താഴെ എത്തിയിട്ടുണ്ട്. ഓ ഭാഗ്യം. ഞാൻ റെഡിയായി. എനിക്ക് റെഡി ആവാനൊന്നുമില്ല. ഞാൻ എപ്പോഴും വൈകുമെന്നും പറഞ്ഞോണ്ട് ചേട്ടൻ എന്നെ പിണങ്ങും. ഇനിയിപ്പോൾ ചേട്ടൻ എപ്പോൾ റെഡി ആവാനാണ്? ഞാൻ അവർ വന്നു പോയി അളന്ന് കഴിഞ്ഞിട്ട്. ഇപ്പൊ വരും ചേച്ചി. അളന്ന് കഴിഞ്ഞ് നിങ്ങൾ അപ്പം തന്നെ പോയിക്കോ. അത് പിന്നെ പെര പൂട്ടാണ്ട് എങ്ങനെ പോവാ? നിങ്ങൾ ഇവിടെ ഉണ്ടാവൂലേ? അപ്പൊ പൂട്ടിയിട്ട് പോകാൻ പറ്റുമോ? ഇല്ല, ഞങ്ങളും അപ്പം തന്നെ ഇറങ്ങിക്കോളാം. അപ്പൊ വാതിൽ പൂട്ടി പോവാല്ല. എന്നാ പിന്നെ കുഴപ്പമില്ല. അളക്കൽ വേഗം ഒന്ന് തീർന്നാ മതിയായിരുന്നു. ആ സാറേ ഇവിടെയാണ്. ഇതാണ് വില്ലേജ് ഓഫീസർ. കണ്ടിട്ടൊരു പവറൊന്നുമില്ല. ഒന്നും മിണ്ടാതിരിക്കേച്ചി. പുള്ളി അങ്ങനെ കേട്ടാ പിന്നെ പ്രശ്നമാവും. ആരാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ആളപ്പാ? അതെന്റെ മോളാണ്. അമ്മുവാണ് വിളിച്ചത്. അമ്മൂന്ന് എന്നെ വീട്ടിൽ വിളിക്കണ പേരാ. എന്റെ ശരിക്കും പേര് അപർണ എന്നാ. ആ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. സ്കെച്ച് വല്ലതും ഉണ്ടാ? സ്ഥലത്തിന്റെ അതിർത്തിക്കല്ലും ഇട്ടിട്ടുണ്ടാ? അതിർത്തിക്കല്ലൊന്നും ഉണ്ടാവൂല. ഒരു അലക്കല്ലുണ്ട് പുറകില്. അത് കണ്ടാ മതിയാവോ? ഇതേതാണ് ഈ വിവരമില്ലാത്തതുള്ള? എന്റെ ഭാര്യയാണ് സാറേ. ഒന്നും മിണ്ടാതിരി പ്രഭേ. അയാള് വേറെ ഏതോ കല്ലാണ് ചോദിച്ചത്. അയാളാ? കോൾ മീ സാർ. ഞാൻ ഇയാളൊന്നല്ല. സോറി സാറേ. അവളങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. അതുകൊണ്ട് തന്നെ വിവരവും ഇല്ല. അയ്യോ, വലിയ വിവരമുള്ള മനുഷ്യൻ വന്നേക്കണ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു നോക്കി. അപ്പൊ പറയും വിജയകാടാന്ന്. വിജയകാടയോ? അതാരാണ്? ഇവളിങ്ങനെ വെറുതെ വായിട്ടലക്കണം സാറേ. എനിക്കറിയാം. നരേന്ദ്രപ്രസാദ് അല്ലേ? എനിക്കറിയാം. നല്ല ബോധമുള്ള ഫാമിലി തന്നെ. താങ്കു സാറേ. എല്ലാരും പറയാറുണ്ട്. സാറേ ഇതാണ് ഈ പറമ്പിന്റെ മുഴുവൻ സ്കെച്ച്. ഇതിനകത്ത് പകുതി സെന്റാണ് എൻ്റെ പേരിലോട്ട് ആക്കേണ്ടത്. അപ്പോ ഈ സ്ഥലം ആരുടെ പേരിലാണ് കിടക്കുന്നത്? അത് ഞങ്ങളുടെ അച്ഛന്റെ പേരിലാണ്. നിങ്ങള് രണ്ടുപേരും അല്ലാതെ അച്ഛന് വേറെ മക്കളാരെങ്കിലും ഉണ്ടോ? എന്റെ അറിവിലില്ലട്ടാ. അച്ഛന്റെ പേര് ദാമോദരൻ അല്ലേ? അച്ഛന്റെ പേര് ദാമോദരൻ എന്നായിരുന്നാ? പിന്നെ അങ്ങനെയാണല്ലോ ഇതിൽ എഴുതിയിരിക്കുന്നത്. ദാമോട്ടൻ എല്ലാരും വിളിക്കുവായിരുന്നേ. ദാമോദരൻ എന്നുള്ള വലിയ പേര് എനിക്കറിയില്ലായിരുന്നു. ചേച്ചി ഇത് ശരിക്കും നിങ്ങളുടെ ആങ്ങളെ തന്നെയാണോ? ആ അതെ സാറേ, ശരിക്കും ആങ്ങളെ തന്നെയാണ്. എന്താണ് സാറേ ഒരു സംശയം പോലെ? എന്റെയും അവളുടെ മുഖം കണ്ടറിഞ്ഞൂടെ ഞങ്ങള് സഹോദരങ്ങളാണെന്ന്? എന്നാ പിന്നെ അളക്കല് തുടങ്ങാം അല്ലെ? അതെ, അളക്കുന്നതിന് മുന്നായിട്ടേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേട്ടാ? അതെടേ, ഈ മുഴുവൻ സ്ഥലവും അളന്നിട്ടേ 4 വായിക്കുന്ന രീതിയിലാക്കണം. 4 ഭാഗോ? അച്ഛന് 2 മക്കളല്ലേ ഉള്ളൂ. നമ്മ രണ്ടുപേരും 2 അളന്നാ പോരെ? ആ അതെ, 2 മക്കളേ ഉള്ളൂ. പക്ഷെ അച്ഛനും അമ്മക്കും കൂടി ഭാഗം ഇടണം. അല്ല, മരിച്ചുപോയ അച്ഛനും അമ്മക്കും ഭാഗം ഇടണോ? അതെന്തിനാ ചേട്ടാ? അതെ, ഇതൊക്കെ കാർന്നോമാരായിട്ട് ഉണ്ടാക്കിയല്ലേ. അത് അല്ലാണ്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ലല്ല. അപ്പൊ കാർന്നോമാർക്ക് ഒരു ഭാഗം ഇടണം. അതാണ് അതിന്റെ ഒരു ഇത്. ചേട്ടാ, മരിച്ചുപോയ അച്ഛനും അമ്മക്കും ഭാഗം ഇടണം എന്തിനാ ചേട്ടാ? അത് പപ്പാതിയായിട്ട് നമുക്ക് എടുത്താ പോരെ? ഏയ് അത് വേണ്ട സുമതി. അച്ഛനും അമ്മക്കും ഭാഗം ഇട്ടിട്ടുള്ള പരിപാടി നടത്തിയാ മതി.
ചേട്ടാ ഇതാകെ ഒരു ഏക്കറല്ലേ, ശരിക്കും പറഞ്ഞാൽ 50 സെന്റല്ലേ എനിക്ക് തരേണ്ടത്. നിങ്ങൾ ഇതൊന്നും തീരുമാനിക്കാതെയാണ് എന്നെ വിളിച്ചു വരുത്തിയത്. സാറേ അളക്കാനുള്ള അളന്ന് ഭാഗം തിരിച്ചിട്ട് 4 ആക്കി തിരിച്ചിട്ട് പോയിക്കോ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇരുന്ന് സംസാരിച്ച് ശരിയായിക്കോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അളന്നുതരാം. ചേട്ടാ മരിച്ചുപോയ അച്ഛനും അമ്മക്കും ഭാഗൂട്ടിട്ട് കാര്യമുണ്ടാ? നമുക്ക് രണ്ടുപേർക്കും കൂടി അത് പപ്പാതിയായിട്ട് എടുക്കണല്ലേ നല്ലത്. സുമതി, ഞാൻ നിനക്ക് 50 സെന്റ് അങ്ങോട്ട് എഴുതി തന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു വീതം അങ്ങോട്ട് തന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അന്ന് പാടില്ലാതിരുന്നപ്പോ മാമൻ ഇങ്ങനെ ഒന്നല്ലല്ലോ പറഞ്ഞത്. എടി അമ്മു, മിണ്ടാതിരിക്കി. മാമനോട് സംസാരിക്കാൻ നീ സംസാരിക്കാറാവുമ്പോ ഞങ്ങൾ പറയാ. ഓ സാറേ, മുഴുവൻ അളന്ന് ഇങ്ങോട്ട് തന്നോ. എന്നിട്ട് 4 ആയിട്ട് വായിച്ചിട്ട് ഒരു വീതം അച്ഛന്റെ പേർക്ക്, ഒരെണ്ണം അമ്മയുടെ പേർക്ക്, ഒരെണ്ണം എന്റെ പേർക്ക്, ഒരെണ്ണം ഇവളുടെ പേർക്ക്, അങ്ങനെ ആക്കിട്ടോ. ചേട്ടൻ എന്താണ് ഈ പറയണത്? ഇത് വല്ലയിടത്തും നടക്കണ കാര്യമാണോ? വല്ലയിടത്തും നടക്കൂലായിരിക്കും, പക്ഷെ ഇവിടെ അതേ നടക്കും. എടി സുമതിയെ, അച്ഛനും അമ്മക്കും വീതം ഇടണം. അച്ഛനും അമ്മനെ അവസാനം നോക്കിയത് ആരാണോ അവർക്ക് ആ വീതം അങ്ങോട്ട് കൊടുക്കണം. അതിപ്പോ നമ്മുടെ കുടുംബത്തില് ഞാനാണ് അച്ഛനമ്മനെ നോക്കിയത്. അപ്പൊ ആ 2 വീതവും കൂടി എനിക്ക് കിട്ടും. ചേട്ടാ 4 ഭാഗത്തിൽ ഒന്നൊക്കെ പറയുമ്പോ 25 സെന്റ് അല്ലേ ചേട്ടാ? ഇവിടെ പറമ്പിന് അധികം പൈസ ഒന്നും കിട്ടൂല. അപ്പൊ കുറച്ച് പൈസയെ കിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ കാര്യങ്ങളൊന്നും നടക്കൂല ചേട്ടാ. അതിന് നിന്റെ കാര്യം നടക്കൂല്ലോ എന്ന് ഞാൻ നോക്കേണ്ട ആവശ്യം എന്താണ്? കുറച്ചു ദിവസം എനിക്കും ഇവക്കൊക്കെ പാടില്ലാതിരുന്നപ്പോ ഞങ്ങൾക്കൊരു മനസ്താപം വന്നെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതും പറഞ്ഞ് പാതി സ്വത്ത് അങ്ങോട്ട് എഴുതി തരാൻ മാത്രം നടക്കൂല. ഓ, ഞങ്ങളൊന്ന് വീണെന്ന് തോന്നിയപ്പേ ഈ കുഞ്ഞിപ്പെണ്ണൂര് എന്തൊക്കെയാണ് ഞങ്ങളെ പറഞ്ഞത്? അതിനൊരു തിരിച്ചടിയാന്ന് ഓർത്താ മതി സുമതി. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നിങ്ങളുടെ 2 പേരുടെ സ്വഭാവം കൊണ്ട് പറഞ്ഞാ. നിങ്ങളുടെ സ്വഭാവം അതിലും ബെസ്റ്റ് ആണല്ലോ. നാണം ഉണ്ടോ നിങ്ങൾക്ക്? തരൂല എന്ന് പറഞ്ഞ സ്ഥലം പിന്നെയും ചോദിച്ചു വരാൻ. യോ, ഞങ്ങളെ ഭിക്ഷ ചോദിച്ചു വന്നൊന്നല്ല ഇവിടെ. ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലം ചോദിച്ചു മേടിക്കാൻ വന്നതാണ്. അമ്മുമോളെ, അതൊക്കെ നിന്റെ കുടുംബത്ത് പോയി എടുത്താൽ മതി. ഇത് ഞങ്ങളുടെ വീടാണ് കേട്ടാ. കണ്ടില്ലമ്മേ, അസുഖം മാറിയപ്പോ ഇവരുടെ അഹങ്കാരവും കൂടി. ഇവരുടെ വാക്കും കേട്ട് അളക്കാൻ ആൾക്കാരെയും കൂട്ടി വന്ന നമ്മൾ മണ്ടന്മാര്. നീയൊന്നും മിണ്ടാതിരിക്കുമോളെ. ഇതുപോലെ കിടന്ന് തല്ലുടിക്കാനാണെങ്കിൽ ഞാൻ പോണേട്ടാ. എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങളൊരു പണി സംസാരിച്ച് എന്താന്ന് വെച്ചാൽ ഒത്തുതീർപ്പാക്കുക, എന്നിട്ട് എന്നെ വിളിക്കണ്ട, ഞാൻ അളന്നു തരാം. അയ്യോ സാറേ പോവല്ലേ, ഒരു മിനിറ്റ് ഞാൻ ചേട്ടനോടൊന്ന് സംസാരിക്കട്ടെ. എന്നോട് എന്ത് സംസാരിക്കാനാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ഭാഗമായിട്ട് അളക്കാങ്കി, അതായത് മുറിച്ച് 4 ഭാഗം ആക്കാങ്കി മാത്രം അളന്നാ മതി. ഇല്ലെങ്കിൽ വേണ്ട, നീ ഒരു പണി കേസായിട്ട് മുന്നോട്ട് പോ. നമുക്ക് കേസൊക്കെ തീർന്നിട്ട് മോളുടെ കല്യാണമൊക്കെ നടത്താം. ചേട്ടാ പ്ലീസ്, നമ്മൾ 2 മക്കളല്ലേ ഉള്ളൂ. അപ്പോൾ പപ്പാതിയായിട്ട് നമ്മൾക്ക് ആ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ ചേട്ടാ? പിന്നെ ഒരു പ്രശ്നത്തിന് ഞാൻ വരൂല ചേട്ടാ. അമ്മ എന്തിനാണ് ഇയാളുടെ കാല് പിടിക്കുന്നത്? എൻ്റെ കല്യാണമല്ലേ, നടന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഞാൻ നടത്തിക്കോളാം. നമുക്ക് കേസായിട്ട് തന്നെ മുന്നോട്ട് പോവാം. പകുതി തന്നെ മേടിച്ചെടുക്കണം. അത് പറ്റൂല. നീയൊന്നും മിണ്ടാതിരിക്കടി എൻ്റെ ദൈവമേ. ചേട്ടാ പ്ലീസ്, എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കണേ? അതങ്ങോട്ട് താ ചേട്ടാ. നിനക്ക് നാണമില്ലേ സുമതി? എത്ര ആശം ചേട്ടൻ പറഞ്ഞ് തരയാണെങ്കിൽ 4 ഭാഗം നിനക്ക് തരുള്ളൂ എന്ന് പിന്നെയും ചോദിച്ചിട്ടേക്ക്. നാണവും മാനവും ഇല്ലാത്തൊരു വർഗം. അതെ ഇവള് പറഞ്ഞ പോലെ നടക്കും. എന്നാ ഞാൻ പോയിക്കോട്ടെ, എനിക്ക് വേറെ ആൾക്കാരുണ്ട്. സാറ് പോയിക്കോ, ഇന്നിനി ഇതൊന്നും നടക്കാൻ പോണില്ല. സാറേ ഒരു 2 മിനിറ്റ്. ചേട്ടാ എനിക്കൊരു കാര്യം പറയാണ്ട്, ഒന്ന് അങ്ങോട്ട് വരുമോ? എടീ, മാറ്റി നിർത്തി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. ഇവിടെ വെച്ച് ഉറക്കെ പറഞ്ഞാൽ ശരിയാവൂല ചേട്ടാ, അതാണ്. നീ ഉറക്കെ പറഞ്ഞോ, ശരിയാവോ ഇല്ലേന്നൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ചേട്ടാ ഒരു 5 വയസ്സുള്ള ഒരു കൊച്ചിന്റെ കഥയാണ്. ഞാനിവിടെ വെച്ച് ഉറക്കെ പറഞ്ഞ സാറൊക്കെ കേൾക്കും. ഞാൻ വരാം. ബാ. എന്തൊന്നാണ് ഇത്ര കാര്യമായിട്ട് പറയുന്നത്? എന്താണ് നിനക്ക് പറയാനുള്ളത്? പറ. ചേട്ടാ എനിക്ക് 50 സെന്റ് തരണം. അച്ഛൻ്റെ പേരിലുള്ളത് നമുക്ക് പപ്പാതിയല്ലേ എടുക്കേണ്ടത്. അതെനിക്ക് ചേട്ടൻ തരണം. എടി, അത് നടക്കൂലെന്ന് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞല്ലേ. പിന്നെ മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടാ? ഒരു 1/4 ഭാഗം, അതായത് 25 സെന്റ് അതങ്ങോട്ട് തരും. എന്നാ എനിക്ക് വേണ്ട ചേട്ടാ, ചേട്ടൻ തന്നെ മുഴുവനായിട്ട് എടുത്തോ. അതാണ് നല്ലൊരു തീരുമാനം. നിനക്ക് നല്ല മനസ്സുണ്ട്, അത് ശരിയാണ്. ഇനി ഒരു പണിയാ, വില്ലേജ് ഓഫീസറിനോട് പോയിക്കോളാൻ പറ.
എന്നിട്ട് ഞാനൊരു മുദ്ര പേപ്പർ മേടിച്ചു വെച്ചിട്ടുണ്ടോ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല, എനിക്ക് എന്നെ വിശ്വാസമല്ലേ. അപ്പൊ അതിനകത്തൊരു ഒപ്പിട്ടെന്നൊരു കൈരേഖ ഒന്ന് പതിപ്പിച്ചെന്നിട്ട് നീ പോയിക്കോ, നമുക്ക് സെറ്റാക്കാം. ഞാൻ ഒപ്പിടാൻ നിൽക്കുന്നില്ല ചേട്ടാ, പക്ഷെ ഞാൻ വേറൊരു കാര്യം ചെയ്യാം. അതെന്ത്? ഇവിടെ നിന്ന് പോണ വഴിയേ ഞാൻ പോലീസ് സ്റ്റേഷനിലൊന്ന് കയറും. ഓ, അന്നത്തെ പോലെ കേസ് കൊടുക്കാനായിരിക്കും. ആയിക്കോട്ടെ, കേസായിട്ട് നമുക്ക് മുന്നോട്ട് പോവാ. അതിനല്ല ചേട്ടാ, അന്ന് ചേട്ടൻ എന്നോടൊരു കഥ പറഞ്ഞിരുന്നില്ലേ, ഒരു 5 വയസ്സുകാരി അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ചേട്ടൻ അതിനെ കൊണ്ടേ അരങ്ങത്ത് കൊണ്ടേ കളഞ്ഞതൊക്കെ, അതൊക്കെ എൻ്റെ ഫോണിൽ റെക്കോർഡായിട്ടുണ്ട്. ഞാനേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും, ചേട്ടൻ അന്ന് അരങ്ങത്തൊന്നും ആ കൊച്ചിനെ കൊണ്ടേ കളഞ്ഞിട്ടില്ലെന്നും ഈ പറമ്പിൽ എവിടെയെങ്ങാണ്ടും ആ കൊച്ചിനെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും. എന്താ വരാതോണ് സുമതി നീ പറയണത്? ചേട്ടാ, എനിക്ക് സ്ഥലം വേണ്ട, ചേട്ടനും അത് വേണ്ട, ചേട്ടനും അത് കിട്ടണ്ട. അതിനുള്ള പണി ഞാൻ ചെയ്യും. എടീ, ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനൊരു കഥയൊന്നും ഇല്ലെന്നേ, ഞാൻ വെറുതെ പറഞ്ഞാണ്. അതെനിക്ക് മനസ്സിലായി, പക്ഷേ ആ കഥ ഇനി ശരിക്കും ഉള്ളതാണ്. എൻ്റെ ഫോണിൽ റെക്കോർഡായിട്ട് കിടക്കുന്നുണ്ട്. എടീ ചതിക്കല്ലേ, അവസാനം നീയും ഞാനും കുടുങ്ങും. കുഴപ്പമില്ല ചേട്ടാ, കുടുങ്ങിക്കോട്ടെ, അതിൻ്റെ ഒപ്പം ചേട്ടനും കുടുങ്ങും. എവിടെയാണ് ആ കൊച്ചിനെ കുഴിച്ചിട്ടേക്കണേന്ന് അറിയാൻ വേണ്ടി ഇവിടെ മൊത്തം കുഴിക്കും. ചേട്ടൻ്റെ വീടും കുഴിച്ചു നോക്കേണ്ടി വരും. കുറേ നാൾ നമുക്ക് കേസായിട്ട് നടക്കാൻ ചേട്ടാ. എനിക്ക് വേണ്ട, എൻ്റെ മോൾ അവിടെ നിന്നോട്ടെ. ഇനി അവളെ സ്വർണ്ണമൊന്നും വേണ്ടാന്ന് പറയുന്ന ഒരാൾക്ക് ഞാൻ കെട്ടിച്ചു കൊടുത്തോളാം, അത് മതി. എടി സുമതി, നീ പറയണ പോലെ തന്നെ ചെയ്യാ, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ആ വീഡിയോ കൂടെ ഡിലീറ്റ് ചെയ്ത് കളാ. ഏത് വീഡിയോ? അന്ന് ഞാൻ പറഞ്ഞത് നീ വീഡിയോ ആയിട്ട് എടുത്തു വെച്ചില്ലേ, ആ വീഡിയോ അതങ്ങോട്ട് കളാ. ചേട്ടാ, ഞാനൊരു മുദ്ര പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടൻ്റെ പോലത്തെ അല്ല, എല്ലാം എഴുതിയിട്ടുണ്ട്. ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ എനിക്കിത് രജിസ്റ്ററായി തന്നോളാമെന്നും 50 സെൻറ്റ് പപ്പാതിയായിട്ട് തന്നോളാമെന്നൊക്കെ എഴുതിയത്. അപ്പം അതിൽ ചേട്ടന് ഒപ്പിട്ട് തരേണ്ടി വരും. അതെൻ്റെ കയ്യിലുണ്ട്. നീ ഒന്ന് സമാധാനപ്പെടും, ഞാൻ ഒപ്പിട്ട് തന്നേക്ക് എവിടെയാന്ന് വെച്ചാ. എന്നാ ഞാൻ അളക്കാൻ പറയട്ടെ ചേട്ടാ? ആ പറഞ്ഞു. സാറേ, എല്ലാം കോംപ്രമൈസ് ആക്കിയിട്ടാ. അപ്പം അളന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. പകുതിയായിട്ടല്ലേ ചേട്ടാ, പകുതിയായിട്ട് അളന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അളന്നോ. ചേട്ടൻ പറഞ്ഞാ ചേട്ടൻ അങ്ങനെ ഒന്നും പറയൂല. സാറേ, അളക്കണ്ടാട്ടാ, ചേട്ടൻ അങ്ങനെ ഒന്നും പറയൂല. അളന്നോട്ടടി, എല്ലാം ഇളക്കും കൂടി അവകാശപ്പെട്ടല്ലേ, പപ്പാതിയായിട്ട് തന്നെ അളക്കട്ടെ. സാറേ, അതേ ദാമ്പട ആ വശം തുടങ്ങി പിടിക്കുക, അതാണ് നമ്മുടെ അതിര്. ഞാൻ കാണിച്ചു തരാം. എന്താണ് ചേട്ടാ, എന്താണ് പറ്റിയത്? പിന്നെ പറയാടി, അവരൊന്ന് അളന്ന് പോട്ടെ. സാറേ, ഇവിടെ നിന്ന് തുടങ്ങിയ അളക്കാം സാറേ. സാറേ, അവിടെ നിന്ന് പിടിച്ചോ. ആ, വിട്ടോ സാറേ, വിട്ടോ. ഇവിടെ ഞാൻ പിടിച്ചോളാം. ഇതാണ് സാറേ അതിര്. അപ്പൊ ഇവിടെ നിന്ന് പിടിച്ചാ പോരെ, ഈ തെങ്ങാണ് അതിര്. ചേർത്ത് പിടിച്ചോട്ടാ, ചേർത്ത് പിടിച്ചോ കേട്ടോ. ഉള്ളിട്ട് പിടിച്ചോ. ആ, ഇവിടെ തന്നെ ഉള്ളിട്ടാണ് പിടിച്ചേക്കണത്. ആ, അളന്നോ, പൊയ്ക്കോ അങ്ങോട്ട് തന്നെ, അത് തന്നെ ചേർത്തേ. വിഷമിക്കാതെ കേട്ടാ. നമ്മുടെ സ്ഥലം പോവല്ലേടി, പിന്നെ എങ്ങനെ വിഷമിക്കാതിരിക്കും? ചേട്ടാ, കല്യാണത്തിന് പോണെങ്കിൽ വേണമെങ്കിൽ പൊയ്ക്കോ. പുള്ളി അളന്ന് കഴിഞ്ഞിട്ട് സ്കെച്ച് വൈകുന്നേരം അയക്കുമ്പോൾ ഞാൻ അയച്ചിട്ടേക്കാം ഫോണിലോട്ട്. പിന്നെ പൈസയുടെ പകുതി വെച്ചേക്കണേ, അളക്കണതിന് പൈസ കൊടുക്കണ്ടേ പുള്ളിക്ക്. പകുതി എൻ്റെ വക, പകുതി ചേട്ടൻ്റെ വക. ഇനി ഞാൻ പോണില്ല മാമ. അപ്പൊ ഇന്നത്തോടു കൂടി കൂട്ടുകാരനും പിണക്കത്തിലാവും, പകുതി സ്ഥലവും പോവും അല്ലേ മാമ? ടെൻഷൻ അടിക്കല്ലേ, പ്രഷർ കൂടും. ഹലോ, വീഡിയോയുടെ തുടക്കത്തിലായിട്ട് ഞാനൊരു ടേം ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞിരുന്നു. നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമാക്കാൻ ഒരു ടേം ഇൻഷുറൻസ് അത്യാവശ്യമായിട്ട് എടുത്തു വെക്കണം. ഇപ്പോൾ 15% വരെ ഡിസ്കൗണ്ടോടുകൂടി ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.